Celebrating 50 years. Majestic Jewelers. പാർട്ടിയിലെ പ്രശ്നങ്ങൾ തലക്കുമുകളിലെത്തിയതോടെ അഴിക്കുന്തോറും മുറുകുന്ന കുരുക്കിൽ ലീഗും കുഞ്ഞാലിക്കുട്ടി കെ.ടി. ജലീൽ ഇഡിക്ക് മൊഴി നൽകിയതോടുകൂടി ചെയ്തോടെ പ്രശ്നം സങ്കീർണമായിരിക്കുകയാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെ അഴിമതി കേസും ഇഡി അന്വേഷണവും കൂടിയായതോടെ അഴിക്കും തോറും മുറുകുന്ന കുരുക്കിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും. മുൻമന്ത്രി കെ.ടി. ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയതോടെ പാർട്ടിയും കുഞ്ഞാലിക്കുട്ടിയും മുമ്പെങ്കും അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധിയിലാണ്. അസ്വസ്ഥനായ കുഞ്ഞാലിക്കുട്ടി പാർട്ടി പരിപാടിയിലടക്കം പങ്കെടുക്കാതെ മുങ്ങിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. നിയമവിദഗ്ധരെ കണ്ട് തിരക്കിട്ട ചർച്ചയിലാണെന്നും സൂചനയുണ്ട്. പാർട്ടിയിൽ നിന്ന് തന്നെ എതിരാളികൾക്ക് സഹായം ലഭിക്കുന്നുവെന്ന സംശയവുമുണ്ട്. പാണക്കാട് കുടുംബാംഗങ്ങൾ മുതൽ വിശ്വസ്തരെന്ന് വിചാരിച്ചവരടക്കം സംശയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. ചന്ദ്രികയിലെ വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും ലീഗ് പ്രവർത്തക സമിതിയിൽ ഉന്നയിക്കില്ലെന്ന് നേതൃതലത്തിൽ നിന്നും ഉറപ്പു വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി. ഈ വരുന്ന 8-ന് ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. പ്രവർത്തക സമിതി യോഗം ഇനിയും നീട്ടാനാകില്ലെന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിന്. കള്ളപ്പണ വിഷയവും ഇഡി അന്വേഷണവും അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നുറപ്പാണ്. ജലീൽ പ്രതികാര മനോഭാവത്തിൽ മൊഴി നൽകിയതാണെന്ന് പ്രചരിപ്പിച്ചാണ് പ്രവർത്തകരുടെ വിശ്വാസം നേടിയെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത്. എന്നാൽ ഇഡി വിളിപ്പിച്ചതാണെന്ന് സമൻസ് പുറത്തുവിട്ട് ജലീൽ വ്യക്തമാക്കിയതോടെ ഈ പ്രചാരണവും പൊളിഞ്ഞു. എങ്ങനെ വൈകിപ്പിച്ചാലും ഇഡി തന്നെയും മകനെയും ചോദ്യം ചെയ്യുമെന്ന ഉറപ്പ് കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. ചന്ദ്രികയുടെ സ്ഥലത്തിന്റെ രേഖകളും കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖിന്റെ നിക്ഷേപത്തിന്റെ വിവരവും ഉൾപ്പെടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ജലീലിനോട് ഇഡി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 9-ന് ഈ രേഖകളും ജലീൽ ഹാജരാക്കും. AR നഗർ ബാങ്കിലെ അഴിമതി പണ നിക്ഷേപം അടക്കം പരിശോധിക്കും.